ട്രാവൽ ഗുരുയുടെ കാശ്മീർ യാത്ര ഇവിടെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പെഹൽഗാമിലാണ്. എസ്കെ പൊറ്റേക്കാടിനെ പോലെയുള്ള സഞ്ചാരികൾ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് പറഞ്ഞ പെഹൽഗാമിൽ നമ്മൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇവിടെ എത്തിയത്. നിസാർ ഭായിൻ്റെ നമ്മളെ ട്രാവലർ ഇതേ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് കൊണ്ടുവന്നു. നല്ലൊരു സൂപ്പർ റൈഡായിരുന്നു. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബായിരുന്നു. തണുത്ത് കിടിലം കൊണ്ടിരിക്കുകയായിരുന്നു. മഴയും പെയ്തു. ഈ വഴികളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഹിമാലയം തന്നെയാണ് കേട്ടോ. അത് ദൂരെയാണ്. ആ ദൂരെയുള്ള ഹിമാലയത്തിൽ ഇപ്പോഴും മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ആ മഞ്ഞിൽ നിന്ന് ഇങ്ങനെ വെയിലിറക്കുന്ന സമയത്ത് കോട ഇറങ്ങുന്നുണ്ട് ധാരാളം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോട. കാക്കകളുടെ ഒരു മഹാസമ്മേളനം. കാക്കകളെ പോലെ പലതരത്തിലുള്ള പക്ഷികൾ അതിങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ പെഹൽഗാമിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് കേട്ടത്. ഇവരൊക്കെ എങ്ങോട്ടോ പറന്ന് പോകുന്നുണ്ട്. ഈ മരങ്ങളുടെ മുകളിലൊക്കെ നിറച്ച് പക്ഷികളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാം ടൗണിലാണ്. ഇത് വളരെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. രാവിലെ സ്ട്രീറ്റ് ഇങ്ങനെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. മേപ്പിൾ മരത്തിൻ്റെ വുഡും ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി വെച്ചേക്കണു. ആൾക്കാർക്ക് വിശ്രമിക്കാനും ഇവിടെ ബെഞ്ചുകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റാണ്. ഇത് ഒരു എന്താ പറയുക ക്ലാസിക് ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രീറ്റിനെ ത്രൂ ഔട്ട് ആ സ്ട്രീറ്റ് ലൈറ്റ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ ശ്രീനഗറൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ഗ്രീനിഷാണ് ഇവിടെ. ഇവിടെ കുറച്ചും കൂടിയൊക്കെ ഒരു പച്ചിപ്പ് കാണാൻ പറ്റും. നന്നായി മരങ്ങളിലൊക്കെ എല്ലാം തളിർത്ത് നിൽക്കുന്നുണ്ട്. വളരെ സെക്യൂരിറ്റി ടൈറ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മൊത്തത്തിൽ പോലീസുകാരുടെ വണ്ടികൾ അതേപോലെ തന്നെ പട്ടാളക്കാർ ഫുൾ ടൈം ഇവിടെ തോക്കുമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. വലിയ വലിയ വാഹനങ്ങളാണ് ഇവിടെ. നമ്മളെ നാട്ടിൽ കാണുന്ന മാതിരിയുള്ള പട്ടാളക്കാരെ പോലീസുകാരുടെ ഒന്നും വണ്ടിയല്ല. ഇവിടെയുള്ള വണ്ടികൾക്കൊക്കെ വലിയ ടയറുകളാണ്, നല്ല ഉയരമാണ്. ഇവിടുത്തെ ഒരു ജാമിയ മസ്ജിദിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് 1937 സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു മസ്ജിദാണ്. അപ്പം അത്രയും പൗരാണികമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, പെഹൽഗാം. ഈ മസ്ജിദ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മസ്ജിദിൻ്റെ ഒരു പാറ്റേണിലല്ല. ഈ കമ്പി വേലിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ കാണാം അപ്പുറത്തെ മരങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു മിനാരം കാണാം. അതാണ് ആ മസ്ജിദ്. എന്തായാലും അത് ഈ ഒരു ടൂറിസം പ്രൊമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ മസ്ജിദിനെയും അവർ ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കിയിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. മരം കൊണ്ടാണ് ഇവിടെ മിക്കവാറും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മരത്തിൻ്റെ ഒരു ലഭ്യത അവിടെ വളരെ കൂടുതലാണ്. ഇതൊരു ടൂറിസം ഇൻഫർമേഷൻ സെൻ്ററാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അവർ പണിതിരിക്കുന്നത് മരം കൊണ്ടാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ പോലെയാണ്. ടയറൊക്കെ ഉള്ളൊരു വാഹനമാണ്. ഇവിടെ നമുക്ക് ഇതേപോലെയുള്ള ധാരാളം മരത്തിൻ്റെ പണികൾ കാണാം. ഇവിടെ ഷോപ്പുകളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് വളരെ വെറൈറ്റി സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഹുക്കയാണ്. ഹുക്കയുടെ ഒരു ബോട്ടിലും അതിൻ്റെ ഒരു സ്ട്രോയൊക്കെയാണ്. ഇതിൻ്റെ വില 1500 മുതലൊക്കെ കാണുന്നുണ്ട്. ചെറുതുണ്ട്, 400 രൂപയുടെ ഉണ്ട്. ഇത് ഹുക്ക എന്ന് പറയുന്നത് ഒരു സിഗരറ്റിൻ്റെ ഒരു സെറ്റപ്പാണ്. വലിയൊരു സിഗരറ്റിൻ്റെ പാത്രം പോലത്തെ സാധനമാണ്. പക്ഷേ അതിൽ നിക്കോട്ടിൻ അല്ല അവർ ഉപയോഗിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളൊരു പദ്ധതിയായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. സ്ട്രീറ്റ് ഫുഡ് രാവിലെ തന്നെ ഓപ്പൺ ആണ്. നമ്മളുടെ മസാല ദോശയൊക്കെ ഇവിടെ ഇങ്ങനെ പിരമിഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മസാല ദോശ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. മിക്കവാറും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. നല്ലോണം മധുരമുണ്ട്. മധുരമുള്ള ഭക്ഷണങ്ങൾ, ഗുലാബ് ജാമുൻ നമുക്ക് നാട്ടിൽ അറിയുന്നത് ഇവിടെ ഉണ്ട്. അതുപോലെ എനിക്ക് പേര് അത്ര മനസ്സിലാവാത്ത 1-2 സാധനങ്ങൾ ഇവിടെ സ്ട്രീറ്റിൽ കഴിക്കാൻ കിട്ടി. ജിലേബി, ജാഗിരി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. നമ്മളെ ടീംസ് മുഴുവൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? മസാല ദോശ പൊളിച്ച് നാട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ്. നമ്മൾ മലയാളികൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളുടെ ടേസ്റ്റിലുള്ള ഫുഡാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. കട്ടൻ ചായ കിട്ടിയാ? കട്ടൻ ചായ, പൂരി. എന്തായാലും കേസർ മിൽക്ക് കിട്ടി. എങ്ങനെയുണ്ട് മൊത്തത്തില്? സൂപ്പർ അല്ലേ? നല്ല സമൂസയൊക്കെ ഇവിടെ പൊരിക്കാൻ പാകത്തിന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് വേറെ കാര്യം ശ്രദ്ധിച്ചത്,
ഇവിടുത്തെ ഗ്യാസ് സ്റ്റവ് ഇതേ നോക്കി ഇങ്ങനെ വെള്ളത്തിന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഗ്യാസ് കറക്റ്റായിട്ട് മുകളിലേക്ക് പ്രഷറിൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആയിരിക്കും. തണുപ്പിൻ്റെ ഒരു സ്ഥലം ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്. നല്ല വെള്ളത്തിലാണ് ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. ചൂടുവെള്ളമാണോ എന്ന് അറിയില്ല. ചേട്ടൻ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മസാല ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പാറ്റേൺ കണ്ടോ, ദോശ ചുടുന്ന ആ തട്ടിൽ തന്നെയാണ് അവർ മസാലയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നാട്ടിൽ എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുക എന്ന് എനിക്ക് അറിയില്ല. അതിങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ പെഹൽഗാമിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുപാട് ചെമ്മരിയാടുകൾ നമ്മൾ നടക്കുന്ന റോട്ടിൽ കൂടെ ഇങ്ങ് വരും. ഇത് നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ. ഈ കുഞ്ഞു 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 ചെമ്മരിയാടുകളുണ്ട് അതിൽ. അയ്യോ അതോ കൊമ്പുള്ളുണ്ട്. അമ്പോ നമ്മളിതേ പെഹൽഗാമില് കുതിര സവാരി നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കുതിര സവാരി കയറി പോവുകയാണ്. നമ്മളെല്ലാവരും കൂടി ഇതേ 5-8 ആൾക്കാർ കുതിരപ്പുറത്ത് കയറാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട്. ഇതാ നമ്മളുടെ കുതിരകൾ ഇവിടെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. യെസ്, അയ്യോ ഇതാണ് നമുക്ക് കയറാനുള്ള കുതിര. ഷംലത്ത, പൂന്തിയിലെ കുതിര ഇവിടെ എത്തി. ഷംലത്തയ്ക്ക് വേണ്ടി വെള്ള കുതിരയാണ് വന്നിരിക്കുന്നത്. ഇത് ഒന്നും ചെറുതാണ്, ഉയരം കുറവാണ്. ഷംലത്തയ്ക്ക് വേണ്ടി സീറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി സുന്ദരി കുതിര. हाय, नाम क्या है इनका? इसका नाम है इरफान. घोड़ा के इरफान. इरफान മലയാളം ആള് കുതിരപ്പുറത്തൊക്കെ സ്ഥിരം കയറുന്ന ആളാണ്. പിന്നെ ഇനിയിപ്പോ ഒരു ചടങ്ങ് ഞാനും കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. കുതിരപ്പുറത്ത് കയറാനുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല. നമ്മളെ സിനിമയിൽ മഞ്ജു വാര്യർ കയറിയ മാതിരി ആവുമെന്ന് ഒരു സംശയമുണ്ട്. സേഫാണ്, സേഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബെൽറ്റൊക്കെ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയണൊക്കെ അനുസരിക്കുക. എനിക്ക് നാം ക്യാ ഹൈ ഭയ്യ? മസ്താന കുതിര പുറത്താണ് ഞാൻ പോകുന്നത്. ഇർഫാൻ കുതിര പുറത്താണ് ഷംലത്ത പോകുന്നത്. നമ്മൾ ഫുൾ ടീം അപ്പുറത്ത് ഓരോ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 8 പേരാണ് കുതിരപ്പുറത്ത് കയറാൻ തീരുമാനം എടുത്തിട്ടുള്ളത്. നമുക്കിനി ഫുള്ള് കുതിരപ്പുറത്തുള്ള കാഴ്ചകളായിരിക്കും. കുതിരപ്പുറത്ത് ഇങ്ങനെ കുലുക്കിയിട്ടാണ് പോകണം കേട്ടോ. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചൊക്കെ നിൽക്കും. നല്ലൊരു എക്സസൈസാണ് ഈ കുതിരപ്പുറത്തുള്ള യാത്ര. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാലേ ഒന്ന് സെറ്റാവുള്ളൂ. വെള്ളക്കുതിര ഷംലത്ത മൂപ്പത്തിന് വിചാരം മൂപ്പത്തിയാണ് ഇതിൽ ഓടിക്കുന്നതെന്നാ. പക്ഷെ കുതിരയ്ക്ക് അറിയാം കുതിരയ്ക്ക് എങ്ങോട്ടാ പോകേണ്ടത്. നമ്മൾ വെറുതെ ഇരുന്നെടുത്താൽ മതി. നമ്മളിത് റൈഡ് ചെയ്യൊന്നും വേണ്ട, താഴെ വീഴാതെ ഇരുന്നാൽ മാത്രം മതി. ഇവിടെ വേറെയും കുതിരകളുണ്ട്. അതൊക്കെ ബ്രൗൺ കുതിരക്ക് ഭയങ്കര രസമുണ്ട്. കുതിര തന്നെയാണ് പാവങ്ങൾ. മസ്താനാണ്. മസ്താൻ മസ്താൻ ഇതാ അടിക്കുന്നുണ്ട്, വടി കൊണ്ട് അടിക്കുന്നുണ്ട് ഇവർ. നമ്മളിതാ പെഹൽഗാം എന്ന കുതിരപ്പുറത്ത് മിനി സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വെറുതെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയില്ല. അതേ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലുള്ള ആ കാഴ്ചകൾ. ഹിമാലയത്തിലെ മഞ്ഞൊരുക്കി വന്നിട്ടുള്ള ഒരു നദിയാണ്. അതിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് പോവാണ്. ഇതിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് ഇതേപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. നമ്മൾ 1100 രൂപയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ അവർ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് 3000 രൂപയാവും നമ്മൾ ഈ മിനി സ്വിറ്റ്സർലാൻഡ് വരെ പോകാമെന്നാണ്. പക്ഷേ നമ്മളത് പേശി 1000 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് സമയം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിന് കൂടുതൽ നമ്മൾ ചിലവഴിച്ചപ്പോൾ നമുക്ക് 3000 രൂപത്തിൽ നിന്ന് 1100-ലേക്കാക്കി. നമ്മൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഇരിക്കുന്നതിന് ഒരു രീതി ഉണ്ടെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. നമ്മൾ 2 സൈഡിലേക്ക് വെയിറ്റ് ഒരേപോലെ ബാലൻസ് ചെയ്തിരിക്കണം. ഇപ്പോൾ പരന്ന റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ നിവർന്നിരിക്കണം. അതേപോലെ നമ്മൾ കയറ്റം കയറുകയാണെങ്കിൽ കുതിര കയറ്റം കയറുമ്പോൾ നമ്മൾ മുന്നോട്ട് ആഞ്ഞിരിക്കണം. ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ പിന്നോട്ട് ആഞ്ഞിരിക്കണം. ഈ ഒരു 3 നിയമങ്ങൾ പാലിച്ചിട്ട് വേണം കുതിരപ്പുറത്ത് നമ്മൾ യാത്ര ചെയ്യാൻ. ഇല്ലെങ്കിൽ കുതിരയ്ക്ക് കൂടുതൽ ഭാരം അനുഭവപ്പെടും. അതേപോലെ നമുക്കും അത് അപകടമാണ്, നമ്മൾ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കുതിര വെള്ളം കണ്ടപ്പോൾ വെള്ളം കുടിക്കാൻ പോയി. അയ്യോടാ, അവർ ഈ മുകളിൽ നിന്ന് ഒരു അരുവി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ നേരായിട്ട് വെള്ളം കുടിക്കാൻ, ആരും ചോദിക്കാൻ പറയുകയൊന്നും ചെയ്തില്ല, അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇവിടെ നിന്നാണ് ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലം എന്ന് അവർക്ക് കൃത്യമാണ്. ഇവരിവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരാണല്ലോ. നല്ല വെള്ളമാണ് തോന്നുന്നുണ്ട്, കുതിരയ്ക്ക് കുടിക്കാൻ പാകത്തിനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കുതിരകൾ ഉഷാറായിട്ടുണ്ട്. ഇനി നമ്മൾ കയറ്റം കയറാൻ തുടങ്ങുകയാണ്. നമ്മൾ ഒരുപാട് മുകളിലേക്ക് കയറാനുണ്ട്. ദേ ഈ കാണുന്ന കുന്ന്, അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. പെൽഗ്രാം വാലിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുള്ളിൽ മുകളിലേക്ക് ഇങ്ങനെ വന്നു. ഇത്രയും ടീമാണ് നമ്മൾ കുതിര സവാരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ സ്ഥലത്തിന് പെഹൽഗ്രാം എന്ന് പേര് വരാൻ കാരണം കാശ്മീരിലെ ആദ്യത്തെ ഗ്രാമമാണിത്. ആദ്യത്തെ ഗ്രാമം എന്നുള്ള രീതിയിലാണ് പെഹലാഗ്രാം എന്നുള്ള രീതിയിലാണ് പെഹൽഗ്രാം വന്നിട്ടുള്ളത്. നേരെ ഇതേ റോഡിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. ഇനി ഓഫ് റോഡ് അടിക്കാൻ പോവാണ്. റോഡ് മുതൽ നമ്മൾ നേരെ ചളിയുള്ള ടാർ ചെയ്യാത്ത സ്ഥലത്തേക്ക് വന്നു. നമ്മൾ മാത്രമല്ല കുറേ അധികം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടാ, കുറച്ച് ആൾക്കാർ നമ്മളെ കൂടെ വരുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ മുന്നിലും കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിത് മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഉരുകാതെ കിടക്കുന്നുണ്ടോ ഇപ്പോഴും ഇവിടെയൊക്കെ. നമ്മൾ താഴെ ഒന്നും ഇതേപോലെ മഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഈ വെള്ള നിറത്തിൽ കാണുന്നത് മഞ്ഞാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒക്കെ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളിലൂടെയാണ് നമ്മളുടെ യാത്ര. നമ്മൾ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും മുന്നിലെത്തിയിട്ടുണ്ട്. ദേ നോക്കിയേ, നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു കവാടത്തിലേക്കാണ്. പെഹൽഗാം ടു ബൈസ്രാൻ, എന്താണ് ബൈസറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ ഇനി നമ്മൾ പോകാനുണ്ട്. 1 മണിക്കൂറാണ് ഈ യാത്ര. നമ്മളിങ്ങനെ പോകുന്ന വഴി കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ആ ഒരു ചാറ്റൽ മഴയത്ത് കുതിരപ്പുറത്ത് കുതിരേൻ്റെ ആ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് ഈ ചുറ്റിലും പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ ദൂരെ ഇതേ മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുന്നത്. നമ്മളിനി എത്ര സമയം പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര സമയമായാലും കുഴപ്പമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കുതിര എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് മാത്രമാണ് അന്വേഷിക്കേണ്ടത്. അവിടുന്ന് രാവിലെ പോയ ആൾക്കാർ കുറച്ച് പേര് തിരിച്ചു വരുന്നുണ്ട്. അവരുടെ ഒരു സന്തോഷം നോക്കിയാൽ എല്ലാവരും ഹാപ്പിയാണ്. അവർ ചിരിച്ച് ഹായ് ഹലോ. അവര് രാവിലെ പോയിട്ട് സ്വിറ്റ്സർലൻഡൊക്കെ കണ്ടുവരികയാണ്. നമ്മളിത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാശ്മീർ വാലിയിലാണ്. ഇവിടെ ഇവരൊരു വ്യൂ പോയിന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ, ഈ മലയുടെ അപ്പുറത്താണ് ശ്രീനഗർ എന്നാണ് നമ്മളുടെ കുതിരച്ചേട്ടൻ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അത്രയും ഈ വലിയൊരു മല ചുറ്റിക്കറങ്ങി വന്നിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ചുവന്ന കണ്ണടാ. നമ്മൾ പോകുന്ന ആ വഴിയുടെ ആ ഒരു ഭംഗി ഒന്ന് മുകളിലേക്ക് പോകും തോറും അത് കൂടി വരികയാണ്. നമ്മൾ വേറെ ഏതോ സ്വർഗത്തിലേക്കൊക്കെ നടന്ന് കയറി ചെല്ലുന്ന, കുതിരപ്പുറത്ത് കയറി ചെല്ലുന്ന ഒരു ഫീലാണ്. ഓഹോ. ഇവിടെ മരങ്ങള് നോക്കത്താ ദൂരത്ത് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ടൊക്കെ നമുക്കത് കാണാം. ഈ മരങ്ങളുടെ ഇടയിൽ നമ്മളൊരു കുതിര ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേ നമ്മൾ പോകണം. ആകെ ചുക്കേരൊക്കെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരിക്കാൻ. മുന്നോട്ടാഞ്ഞിരിക്കും. ശ്യാമ മുന്നോട്ടിരിക്കും. എല്ലാവരും കുനിഞ്ഞിരിക്കുക. കാരണം ഒരു നല്ല കയറ്റത്തിലൂടെ നമ്മൾ പോകുന്നത്. കുതിര കഷ്ടപ്പെട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കുതിരയ്ക്ക് ഒരു സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ടൊന്ന് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ. ഇവിടെ ധാരാളം മരങ്ങൾ ഇങ്ങനെ വെട്ടിയിട്ടതാവാം, അല്ലെങ്കിൽ വീണ് പോയതാവാം. ആദ്യം പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു വഴി, ഈ തിരിച്ചു വരാൻ മറ്റൊരു വഴിയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വഴി കൂടെ ഒരുപാട് കുതിരകൾ പോകുന്ന സമയത്ത് യാത്ര സുഗമമാക്കാനാണ് അത് ചെയ്യുന്നത്. എന്തായാലും മുകളിലൂടെ വെള്ളം ഒരുപാട് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ വഴിയിൽ ധാരാളം കാണാം കേട്ടോ. മഞ്ഞ് വീണ് കിടക്കുന്നത് ഒരുപാടായിട്ടുണ്ട്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ആ വെളുപ്പ് കൂടി വരികയാണ്. നമ്മൾ ഭൂമി കറുപ്പിൽ നിന്ന് വെളുപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ചളി തെറിപ്പിച്ചിട്ടാണ് ഈ കുതിരകൾ നടക്കുന്നത്. അതാണ് ഈ യാത്രയിൽ ചെറിയൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മൾ മഞ്ഞിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. മഞ്ഞുപാളികൾ മുറിച്ച് കടന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഈ മഞ്ഞിൻ്റെ മുകളിലേക്ക് കുതിര ചവിട്ടുന്ന സമയത്ത് വഴുക്കി വീഴുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷേ കുതിരയുടെ സ്ഥിരമായിട്ടുള്ളൊരു
ശീലമായതുകൊണ്ട് അവർ സേഫായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഈ കുതിരനെ വിശ്വസിച്ചാണല്ലോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മഞ്ഞ് അത്രയും നമ്മൾ ട്രാക്കിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. തണുപ്പും കൂടിയിട്ടുണ്ട് കേട്ടോ. ഷംല, തണുപ്പ് കൂടിയാ? എന്താ അവസ്ഥ? തണുപ്പുണ്ടല്ലേ? മുകളിലേക്ക് എത്തി. നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടിയിട്ടുള്ള ആ തണുപ്പാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ അതാ കറക്റ്റ് നോക്കിയാൽ മുകളിലേക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ ഉറച്ച് കിടക്കുകയാണ് ഇവിടെ. കുറേ നേരമായിട്ടോ നമ്മൾ ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ കുതിരനോട് നമുക്ക് ചെറിയൊരു എന്താ പറയുക ആത്മബന്ധമൊക്കെ തോന്നുന്ന രീതിയിൽ ഒരു നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുപോകുമല്ലേ ഈ കുതിര. അപ്പോൾ അത് ശരിക്കും നമുക്ക് അതിനോടൊരു സ്നേഹം ഇഷ്ടമൊക്കെ തോന്നുന്നതാണ്. ആഹാ, ഇതുവരെ ഈ അടുത്ത കാലത്തിൻ്റെ ഓർമ്മയിലൊന്നും ആരും ഇങ്ങനെ എടുത്ത് നടന്നിട്ടില്ല. ശരിക്കും നമ്മൾ ചെറിയ കുട്ടികൾ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഫീലാണ് ആ ഒരു ആസ്വാദനമാണ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം റിസ്കി റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതേ പോകുന്ന വഴിയൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിലേ കൂടെയൊക്കെ കയറാൻ കുതിര ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ശബലത്തിൻ്റെ കുതിര അങ്ങ് കയറി പോയി. ഇനി നമ്മൾ അതിൻ്റെ പിന്നാലെ അവിടെ മുന്നോട്ട് കുനിഞ്ഞിരിക്കാൻ. അയ്യോ, കാലൊക്കെ ഇങ്ങനെ ചളിയിൽ തട്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. മഞ്ഞും കൂടി ഉണ്ട്. ഈ ചളി മഞ്ഞും കൂടി ചേർന്നുണ്ടാവുന്ന ചളിയാണ്. അപ്പോൾ കുതിരൻ്റെ കാല് വഴുക്കുകയാണേ അത് ചവിട്ടുമ്പോൾ. അയ്യോടാ, കുഴപ്പമില്ല. ഇവർ സ്ഥിരം പോകുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അവർ മഞ്ഞിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചവിട്ടി കയറി നടക്കുന്നുണ്ട്. ഈ കുതിരയുടെ കടിഞ്ഞാണ് നമ്മൾ അനാവശ്യമായിട്ട് കയ്യിൽ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേഗതേനൊക്കെ അത് ബാധിക്കും കേട്ടോ. നമ്മൾ ആ കടിഞ്ഞാണിനെ കൃത്യമായിട്ട് അവർ വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ തന്നെ വെക്കണം. നമ്മളത് ലൂസാക്കി കൊടുത്താൽ അത് വേഗത്തിൽ പോകും. അത് ടൈറ്റാക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇത് മെല്ലെ നടക്കുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുതിരനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ കയർ ഉപയോഗിച്ചിട്ടാണ്. ഈ കയർ നമ്മളിങ്ങനെ ചുരുട്ടി തന്നിരിക്കുകയാണ് ചേട്ടാ. ഞാൻ അതേപോലെ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ പിടിക്കാനൊരു കമ്പിയൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാൻ അത്യാവശ്യം ലെതറിൻ്റെ കട്ടിയുള്ളൊരു സീറ്റും ഉണ്ട്. നമുക്ക് യാതൊരു തരത്തിലൊരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നുന്നില്ല. നല്ല സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. വഴി വളരെ ദുർഘടമാണെങ്കിലും കുതിര അത്ര എക്സ്പേർട്ട് ആയതുകൊണ്ട് നമ്മൾ നല്ല രസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്ത മുകളിലെത്തി. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര ശാന്തത, ഒരു ശബ്ദമില്ല. ഈ കുതിരയുടെ ആ കാലച്ച മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ മഞ്ഞ് ഏകദേശം 100% ആയിട്ടുണ്ട്. നമ്മൾ രണ്ട് വശവും പൂർണ്ണമായ രീതിയിൽ വെളുത്തു എന്നൊക്കെ പറയില്ലേ. അയ്യോ, നമ്മൾ മഞ്ഞിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗംഭീര അനുഭവമാണ്. നമുക്ക് ഈ മഞ്ഞ് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും അറിയുന്നുമില്ല. എന്നാലും മഞ്ഞിനിങ്ങനെ കാണുകയും ചെയ്യാം. നമ്മളെ ടീം മുഴുവൻ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുതിര സഫാരി നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡിൽ നമ്മളെ കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ഇതിലും കിടിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. കാശ്മീരിലെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ബൈ.